നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് SRK ഫുഡ് ട്രാവലിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഒരു വെറൈറ്റി ആയ ഫിഷ് ഫ്രൈ അതെങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഫിഷ് കറി എല്ലാവരും വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. വളരെ സന്തോഷം, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. അപ്പം വെറൈറ്റി ആയ ഈ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റിലേക്ക് കടക്കാം. ഇത് ഏകദേശം ഒരു 400 ഗ്രാം വരുന്ന ഒരു ഫിഷാണ്. കണ്ടില്ലേ, അത് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുക. അതിൻ്റെ ഇതിൽ വര കൊടുക്കണം. വര കൊടുക്കുമ്പോഴേ മസാല നമുക്ക് പിന്നീട് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം വരും. അപ്പം ഇതാണ് ഫിഷ്. അതിനുശേഷം ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ആ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മിക്സിയുടെ എടുത്ത് വെക്കുക. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു അര ടീസ്പൂൺ പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. ഇതിലേക്ക് ഒരു പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ മിക്സിക്കകത്ത് ഇത് ചെയ്ത മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒരു ട്രേ എടുക്കുക. ട്രേയോ എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറാണ് 1 സ്പൂൺ. ഒരു സ്പൂൺ അരിപ്പൊടി, അര ടീസ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, എരിവുള്ളതാണിത്. ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് എരിവ് കുറവാണ്, അത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇതിൽ ഏതെങ്കിലും മുളക് പൊടി ഇട്ടാലും മതി, കളറ് വേണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് നാരങ്ങയില്ലേ, ലെമൺ, അത് പിഴിഞ്ഞൊഴിക്കാം. പുളിയുടെ ആവശ്യത്തിനുള്ള നാരങ്ങ നീരൊഴിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച പിന്നെ ജിഞ്ചർ ഗാർലിക്, ധനിയ, ഇതെല്ലാം ഇല്ലേ, അത് നമ്മളിതിലേക്ക് ഇടാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വല്പം മിക്സ് ആയിട്ടില്ലെങ്കിൽ ഒരു 2 സ്പൂണ് വെള്ളം കുറവാണെങ്കിൽ ഒരു 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ചെറിയ പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം.
അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല അതെല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വരണം, ആ ഒരു ലെവലിൽ നിങ്ങൾ ഇതാക്കണം. പിന്നെ അതനുസരിച്ച് നിങ്ങൾ എണ്ണ ഒഴിച്ചെടുക്കണം ഒരു പേസ്റ്റിനാണ്. അപ്പോൾ നമ്മൾ ഫിഷിലേക്ക് ഈ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ ഗ്യാപ്പിനകത്തെല്ലാം നന്നായിട്ട് ഫിഷിൻ്റെ മസാല എത്തി വെക്കുക. കണ്ടല്ലേ, അതിൻ്റെ അകത്തേക്ക് ഇൻബിൽഡ് ചെയ്യണം. ഗ്യാപ്പിനകത്തും ഫിഷിൻ്റെ ഉള്ളിലും ഇപ്പോൾ ഏകദേശം എല്ലാം ശരിയായിട്ടുണ്ട്. കുറച്ച് മസാല ഇതിൻ്റെ ഉൾഭാഗത്തും ഒക്കെ പിടിച്ച് തേപ്പിക്കുക. വൃത്തിയായിട്ട് എല്ലാം റെഡിയായിട്ടുണ്ട്. ഏകദേശം ഫിഷ് മസാല എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എങ്കിലും ഇതിനകത്ത് ഈ ഫുൾ മസാല പിടിക്കുള്ളൂ ഈ മാംസത്തിൽ. അപ്പം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഫ്രിഡ്ജ് വെക്കുക, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതൽ സമയം എടുക്കും. കാരണം ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കവറിങ്ങും കോട്ടിങ്ങും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്യുമെന്ന് നോക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുക. എടുത്തിട്ട് അതിൽ പാൻ വെക്കുക, ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസിലേക്ക് നമ്മൾ പാൻ വെക്കുന്നു. പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ മതി കേട്ടോ, കൂടുതൽ വേണം. ഇത്രയും മതിയോ? എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഈ ഫിഷ് എടുത്ത് വെക്കാം. ഈ ഫിഷ് എടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഇതിൻ്റെ കോട്ടിങ് ഉണ്ട്. ഈ കോട്ടിങ്, അടിവശത്തെ കോട്ടിങ് പോകാതെ പതുക്കെ എടുത്ത് വെക്കണം. നമുക്ക് പതുക്കെ ഇതെടുത്ത് വെക്കാം. കുറച്ച് പോയിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. ബാക്കി വരുന്ന കോട്ടിങ് ഇതിൻ്റെ ഇടയിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വരുന്നില്ല മീൻ, ഈ പാൻ ഇച്ചിരി വലിപ്പക്കുറവാണ്. ശരിയാവും. ഓക്കെ, അപ്പോൾ അത് ഫ്രൈ ആവുന്നുണ്ട്, ഇതൊക്കെ ഫ്രൈ ആവട്ടെ. ഈ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കിതിലേക്കൊരല്പം കരിയാപ്പില ഇട്ട് കൊടുക്കും. കരിയാപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൊരു നല്ല മണം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ടാം. മീൻ തിരിച്ചിടുമ്പോൾ വളരെ സൂക്ഷിക്കണം, കാരണം തെറിക്ക് എണ്ണ. കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ട്, ഇതോ കറക്റ്റായിട്ടുണ്ട്. നേരെ നമുക്ക് ഇതെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. വാലല്പം വളഞ്ഞു പോയി, നമുക്ക് നേരെയാണ്. അപ്പോൾ വാലിൻ്റെ കണ്ടില്ലേ? മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ. അപ്പം നമ്മൾ മീനൊന്ന് കാണാം. ഫിഷ് ഫ്രൈ
ഇനിയും ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ് ഒരു രസത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും ഗാർണിഷ് ചെയ്യുന്നു, ഞാനും ഗാർണിഷ് ചെയ്യുന്നു. ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. ഇത്രയൊക്കെ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, ആദ്യം ഞാൻ ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ ചൂടുണ്ട് കേട്ടോ. ചൂടാ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതിൻ്റെ ഈ പൊടിയില്ലേ, പൊടി അധികം മൂക്കരുത് കേട്ടോ. ഒരു ആവറേജ് മൂപ്പേ ആവാൻ പാടുള്ളൂ. എങ്കിലാണ് ആ ഒരു മസാലയ്ക്കാണ് ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇതിൻ്റെ മാംസവും മസാലയും കൂടെ ചേർത്ത് കഴിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മസാലയാണ് സൂപ്പർ, നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഈ ഫിഷ് ഫ്രൈ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. വീട്ടിൽ സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലോട്ട് ഇൻഗ്രീഡിയൻസ് ആണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് അഭിപ്രായം എഴുതി അറിയിക്കണം. അഭിപ്രായങ്ങൾ പറയണം, ഏതെങ്ങനെയുണ്ട്, എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് ഷെയർ ചെയ്യണം. പിന്നെ ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തപ്പെടുന്നതാണ്. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.